ഹലോ നാത്തൂൻ സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ചാനലിൽ പലതരം വെറൈറ്റി ഫുഡ്സ് പരീക്ഷിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. പേര് ബറീറ്റോ പോൾ. ഇതൊരു സമീകൃത ആഹാരമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഒരു അമേരിക്കൻ റെസ്റ്റോറൻറ്റ് ചെയിനായ ചിപ്പോട്ട്ലയിൽ നിന്നാണ്. അതിന് ബ്രാഞ്ചസ് എല്ലായിടത്തും തന്നെ ഉണ്ട്. UK, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇവിടെ എല്ലാം തന്നെ ബ്രാഞ്ചസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് അവർ. അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ബറീറ്റോ പോൾ എന്ന് പറയുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ബ്ലാക്ക് ബീൻസ് വേവിച്ചെടുക്കാം. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1-2 ചെറിയ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ബീൻസിന് പകരം ബ്രൗൺ ബീൻസ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഏത് തരം പയർ ഉപയോഗിക്കട്ടെ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പക്ഷേ ചിപ്പോട്ട്ലയിൽ നിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ബ്ലാക്ക് ബീൻസ് ആണ്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതിനെ അടുപ്പത്ത് വെച്ച് ഒരു 1-2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഞാൻ ചിപ്പോട്ട്ലയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കി അതേപോലെ തന്നെ ചെയ്തെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചിപ്പോട്ട്ല കഴിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീൻസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ചിപ്പോട്ട്ലയിലും ലെഗ് പീസസ് ആണ് സാധാരണ എടുക്കാറെന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് ലെഗ് പീസിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അതെടുത്തത്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് പാപ്രിക്ക, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ചിപ്പോട്ട്ല എന്ന് പറയുന്നത് തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്മോക്ഡ് ആയിട്ടുള്ള ഹാലപ്പീനിയോ പെപ്പേഴ്സിനെയാണ്. അത് അഡോബോ സോസിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ചിപ്പോട്ട്ലയിൽ ഉപയോഗിക്കുന്നത്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ആൻജോ ചില്ലി പൗഡറാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിച്ചാലും മതി. കുറച്ച് മല്ലിയിലയും കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്മോക്ഡ് ഹാലപ്പീനിയോ പെപ്പേഴ്സ് ഒരു സ്വീറ്റ് ആയിട്ടും പുളിയൊക്കെ ഉള്ള ഒരു സോസിലിട്ട് വെച്ചിരിക്കുന്ന അഡോബോ എന്ന് പറയുന്ന ഒരു സോസിലിട്ട് വെച്ചിരിക്കുന്നതാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് ട്രഡീഷണൽ വേ. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിപ്പോട്ട്ല പെപ്പേഴ്സിൻ്റെ അഡോബോ സോസ് എന്ന് പറഞ്ഞിട്ട് ക്യാനിൽ വാങ്ങാൻ കിട്ടും. അത് അരച്ച് ചേർത്താൽ മതി. നിങ്ങൾക്ക് ട്രഡീഷണൽ വേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ലെഗ് പീസസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്പം തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗ്രിൽഡ് എഫക്റ്റ് ഒക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇതിൽ ചെയ്യുക കേട്ടോ. ചിക്കൻ ഒന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിപ്പോട്ട്ലയിൽ ഈ റൈസ് അറിയപ്പെടുന്നത് തന്നെ സിലാൻട്രോ ലൈം റൈസ് എന്ന് പറഞ്ഞിട്ടാണ്. അവർ ഇതിനകത്തേക്ക് ലെമൺ ജ്യൂസും ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കാം. ലെമണും ലൈമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. യെല്ലോ കളറിലുള്ളതാണ് ലെമൺ, പച്ച കളറിലുള്ളത് ലൈമും. പഴുക്കാത്ത നാരങ്ങയല്ല കേട്ടോ ലൈം എന്ന് പറയുന്നത്. രണ്ടിലും ഫ്ലേവറിൻ്റെ കാര്യത്തിലും ന്യൂട്രീഷണൽ വാല്യൂസിൻ്റെ കാര്യത്തിലും നല്ല വ്യത്യാസമുണ്ട്. ലൈം കുറച്ചുകൂടെ പുളിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലെമണിൽ കുറച്ചൊരു സ്വീറ്റി കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ വെള്ളം വാരാൻ വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കനൊന്നും നോക്കാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മുടെ ചിക്കനിൻ്റെ ജ്യൂസ് എല്ലാം വറ്റിയിട്ട് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പീസസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ തീയ് ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലാണ് റൈസ് നന്നായിട്ട് വെന്ത് വരുള്ളൂ. മൂടി വെച്ചിട്ട് വേവിക്കാം.
നമ്മുടെ റൈസിൻ്റെ വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ചേർക്കുമ്പോൾ റൈസിനൊരു പ്രത്യേക ഫ്ലേവറും നല്ലൊരു പോളിഷിങ്ങും ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളത് അവോയ്ഡ് ചെയ്യരുത്, അതൊരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് തന്നെ വെള്ളം ഫുള്ള് വറ്റട്ടെ, അതുവരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കണ്ടോ, ഇങ്ങനെ ഇടയ്ക്കൊക്കെ മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് കണ്ടോ. നമുക്ക് ഇതുപോലെ മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ വേണം, എങ്കിലാണ് നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് മൂടി വെക്കേണ്ട, ഇതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൂടെ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ പാകം. ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും, പുറം നന്നായിട്ട് മൊരിഞ്ഞിരിക്കും. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തു, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വെന്ത് കഴിയുമ്പോഴും അതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി തുറന്ന് നമുക്ക് ആറാനായിട്ട് വെക്കാം. നമുക്ക് ടൊമാറ്റോ സൽസ ഉണ്ടാക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇടയ്ക്ക് റെക്കോർഡ് ആവാതെ പോയി. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് മല്ലിയില അരിഞ്ഞതും നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ലൈം ജ്യൂസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും റെക്കോർഡ് ആവാൻ വിട്ടുപോയി, അതും നിങ്ങൾ ചേർക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അളവുകളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. നമുക്ക് കോൺ സൽസ ഉണ്ടാക്കാം. ഞാൻ ക്യാൻഡ് കോണിൻ്റെ ഒരു 1/2 ക്യാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചേർക്കാം. ലെമൺ ജ്യൂസും ലൈം ജ്യൂസും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിലും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന പൊടികളിലെല്ലാം വ്യത്യാസം വരുത്തണം കേട്ടോ. ഇതിന് പുറമേ ഹോട്ട് സോസും മൈൽഡ് സോസൊക്കെ ഒഴിച്ചിട്ടാണ് ചിപ്പോട്ലയിൽ കഴിക്കാൻ തരിക. നമ്മൾക്കും നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് സോസ് ചേർത്ത് കഴിക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിച്ചിട്ടും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ചീസും കൂടെ ആഡ് ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചീസൊക്കെ ആഡ് ചെയ്യാം. ഗ്രേറ്റഡ് ചീസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതിന് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ച് അതും മാറ്റി വയ്ക്കാം. ചിക്കൻ അല്ലാതെ നിങ്ങൾക്ക് ഏത് തരം മീറ്റ് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ചിക്കൻ ബറീട്ടോ ബോൾ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അത് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വെജീസ് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ചൂടാകുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നീളത്തിൽ കുറച്ച് കനത്തിലരിഞ്ഞ വെളുത്ത സവാളയും പച്ച ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചുവന്ന ക്യാപ്സിക്കവും ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കത് കുറച്ച് ഒന്ന് വഴണ്ടാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ അതിനകത്തേക്ക് തന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒറിഗാനോ ചേർക്കണം. അതുപോലെ തന്നെ ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. എന്നെപ്പോലെ ചോറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുറത്ത് പോയാൽ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഈ ചിപ്പോട്ലെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരൻസൊക്കെ വന്നപ്പോഴാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത്. കാരണം കുറച്ച് ചോറും സോർ ക്രീമിനൊക്കെ തൈര് പോലെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കരുതുക. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മൾ അതിനകത്തേക്ക് എല്ലാം തന്നെ ചേർത്ത് കൊടുത്തു. ഇപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് ഓരോ ലെയറായിട്ടാണ്. ഒരു ബൗളിലേക്ക് ആദ്യം കുറച്ച് ചോറ്, അതിൻ്റെ മുകളിൽ ചിക്കൻ, അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ബീൻസ്, പിന്നെ നമ്മുടെ സൽസ, പിന്നെ അവർ കുറച്ച് സോർ ക്രീമും കൂടെ ചേർക്കും. ഞാനിവിടെ സോർ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ചേർക്കുന്നൊരു സാധനം ഗ്യൂക്കമോളിയാണ്. അത് അവക്കാഡോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതെനിക്ക് അലർജിയാണ്, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ അവർ ലെറ്റ്യൂസും ചേർക്കാറുണ്ട്, അരിഞ്ഞത് വെച്ചിരിക്കുന്ന ലെറ്റ്യൂസ്. അതും ഞാനിവിടെ ചേർത്തിട്ടില്ല. പക്ഷേ ഇത് തന്നെ നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ഞെക്കിക്കോട്ടോ. അപ്പോൾ അടുത്ത തവണ വീണ്ടും കാണാം. ബൈ.